മത്തായിയുടെ സുവിശേഷം 6:7. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യമാകരുത്. ദൈവത്തിന് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുമ്പോൾ, തൻ്റെ നാമത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ ലാളിത്യത്തോടും വളരെ വ്യക്തതയോടും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ നിർബന്ധം എന്ന് വെച്ചാൽ, ദൈവം ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമ്പോൾ അതിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ പ്രകൃതം നമ്മളിന്ന് മാറിയിട്ട് ഏകസത്യ ദൈവമാകുന്ന പിതാവിനെയും പിതാവിൽ നിന്ന് വന്ന പുത്രനെയും മഹത്വപ്പെടുത്തേണ്ടതിന് നമുക്ക് കഷ്ടം വരുമ്പോൾ അവനിൽ നിന്ന് ഉത്തരം വാങ്ങിച്ചെടുക്കണം. അത് നിർബന്ധം. ഈ കഷ്ടം വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ ജഡം കൊണ്ടാണ്. പക്ഷെ ഈ ജഡം മാറ്റി വെച്ച് ദൈവം തമ്പുരാൻ ഉത്തരം തരുമ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിന് തന്നെ കൊടുക്കുക. അതാണ് ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്യാന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അത് നമുക്കില്ല. ദിനംപ്രതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഭവനത്തിൽ അത് പറയണം. എൻ്റെ ദൈവമാണ് ഇതെല്ലാം ചെയ്തതെന്ന് നമ്മുടെ മക്കൾ അറിയുമ്പോൾ അവരുടെ ഹൃദയത്തിലുള്ള, അവർക്ക് ആദ്യം കേൾക്കുമ്പോൾ അത് പിടിക്കത്തില്ല. ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് എൻ്റെ കഴിവാണെന്ന് കേൾക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. കുറച്ച് നാൾ അങ്ങനെ പറയുമായിരിക്കും. പക്ഷെ നമ്മൾ പുറകിൽ നിന്ന് ഉറച്ച പാറ പോലെ ക്രിസ്തുവിൽ ഉറച്ച് നിൽക്കുക. ക്രമേണ ഈ പാറയുടെ അടുക്കലേക്ക് അവർ കടന്നു വരും. അങ്ങനെ തലമുറകൾക്ക് ഒരു മാർഗദർശിയായിട്ട് നമ്മൾ നിൽക്കുക. ദൈവം കുടുംബമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ.